പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനെതിരെ പരിഹാസവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. രണ്ടാമത് വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്ന് പരിഹാസം. പ്രതികരിക്കാതിരുന്നത് സ്ത്രീ ആയതുകൊണ്ടെന്നും മമ്മൂട്ടിയെപ്പോലും വെറുതെ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചു എന്നും പരാമർശം. എന്ന കാര്യങ്ങൾ നുണയാന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ? അപ്പോൾ നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട, എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്നു ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് മടുത്തു. പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല 3 കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് ലിസ്റ്റിൻ പറയുന്നത്? ഉന്മേഷ്, ലിസ്റ്റിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ പുതിയൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം സാന്ദ്ര തോമസുമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കുറേ ദിവസങ്ങളായിട്ട് തുടരുന്ന വാക്ക് തർക്കങ്ങളും ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലും അത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രതികരണം ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സാന്ദ്ര തോമസിനെ കുറെ കൂടി പരിഹസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാന്ദ്ര തോമസിന്റെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ വേണ്ടി സാന്ദ്ര തോമസ് ശ്രമിക്കുകയും അതിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബൈലോ ചൂണ്ടിക്കാട്ടി എതിർക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരട്ടെ, അതിനുശേഷം സാന്ദ്ര തോമസ് വന്നാൽ മത്സരിക്കുവാൻ താങ്കൾ അവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. സാന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പഴയ രീതിയിലുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളാണ്. മമ്മൂട്ടിക്കെതിരെ പോലും ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്ന് ലിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലിസ്റ്റിൻ സ്വന്തം സാമൂഹ്യ മാധ്യമത്തിൽ പഴയൊരു സാന്ദ്രയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഉന്മേഷ്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.